ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നും നമ്മൾ സ്റ്റാലിയൻ കണി കണ്ടോ എണീക്കണേ. നമ്മൾ ഇന്നലെ കയറ്റില്ലേ കഴിച്ചില്ലേ, അത് ഇന്ന് ഇറക്കിക്കണ്. മൂപ്പര് ഡ്യൂട്ടിക്ക് പോവാന്ന് പറഞ്ഞേ. നമ്മൾ ഇന്നുള്ളത് മൂപ്പരെ ഗസ്റ്റായിട്ട് ഇവിടെ കേട്ടോ. ആർക്കും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ഭാഗ്യമാണ്. എന്താ വെച്ചാല് പട്ടാള ക്യാമ്പില് ഗസ്റ്റ് ആയിട്ട് താമസിക്കാന്ന് പറഞ്ഞത്. മൂപ്പര് ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് ഇത് കുറെ ഓടി നടന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കുറെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എന്നാലേ എങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഓടി നിൽക്കാൻ പറ്റില്ല. ഗസ്റ്റായിട്ട് നിൽക്കുന്ന മൂപ്പർ ലീറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. അതിനുള്ളിൽ ഇതായിരുന്നു നമ്മുടെ റൂം. അവിടെ ഇവരൊക്കെ പോകുന്ന ഡ്യൂട്ടിക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാൻ ഏകദേശമൊക്കെ കയറ്റിയിട്ട് ബ്രോ അങ്ങനെ ഡ്യൂട്ടിക്ക് പോവാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കൂടും. ലഡാക്കിൽ അങ്ങനെ പോയി ലേക്കെല്ലാം കയറി വേറെ ഈ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ ലഗേജ് ഒക്കെ ഇനി വണ്ടി തിരിച്ച് കയറ്റിട്ടാണ് പോകാൻ. 2 ദിവസം ലഗേജ് ഇല്ലാതെ വണ്ടി ഓടിന്. വീണ്ടും സാധനങ്ങൾ സെറ്റ് ആക്കാം കേട്ടോ. എങ്ങനെ വന്നാലും കുറേ ഉണ്ടാവും. പാരറ്റ് അവിടെ ഇവിടെ ഒക്കെ സെറ്റായി ഇനി പയച്ചത് വണ്ടി ഫുള്ള് കയറ്റിട്ടാണ് പോവാൻ. ഓയ് അങ്ങനെ ഫുഡ് എത്തിട്ടോ. നമ്മള് മിലിറ്ററി ഉണ്ടാക്കിയ ഫുഡാണ് കഴിക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറല്ലേ, പൊളിപ്പൊളി ചായ കേട്ടോ. കൊറേ കാലം ഇഡ്ഡലിയൊക്കെ തിന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് കിട്ടിയിട്ടല്ല. പാക്കിങ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡ് റെഡി ആകാൻ ഇപ്പം കഴിക്കാം. വിശക്കണ്ടേ? രക്ഷയില്ലട്ടോ സാധനം. അടിപൊളി സെറ്റായ സാധനം. ഇവിടെ വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഉള്ളില്, അല്ലെങ്കിൽ കിച്ചൺ കൂടെ പോയി അവിടെ പോയാണ് സാധനം കണ്ട് അവർക്ക് ഇരിക്കാനൊക്കെ സെപ്പറേറ്റ് സെറ്റപ്പ് TV ഒക്കെ ഉണ്ട്. നല്ല ഞാൻ എടുത്തുന്നിനി ഏതായാലും തിന്നോടെ. ഞാൻ ഇറങ്ങുമ്പോ ആയിക്കൂടെ പുറത്തൊന്ന് കാണിച്ചാൽ വേണ്ടിയാണ് കാണിച്ചത്. ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കട്ടോ. വട്ടത്തിൽ കാക്കച്ചില വറക്കണമെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എന്തോ കളിച്ചിന് മതി വെക്കപ്പാടെ. ഞങ്ങളിത് ആ ബാഗേജൊക്കെ സെറ്റാക്കി വണ്ടിമ സെറ്റാക്കി ഇറങ്ങാൻ നിൽക്കാം. ഇത് നല്ല രസമുണ്ട് അപ്പോൾ കാണാൻ. ഒരു എന്തോ കളി കളിച്ചാണ് വട്ടത്തിൽ അങ്ങനെ കറങ്ങി കളിച്ചു നോക്കി. കാക്കച്ചാള കിളിയാളാവരെ കേട്ടോ, ഇവിടുന്ന് കാണില്ലായിരിക്കും. ഇതാണ് ഇവരെ മിലിറ്ററി കോമ്പൗണ്ട് കേട്ടോ. നന്നായിട്ട് നോക്കുന്നുണ്ട്. പച്ചപ്പൊക്കെ ആയി ചെടികളൊക്കെ കുഴിച്ചിട്ട് അടിപൊളിയാണ്. കുറച്ച് ബിൽഡിങ്ങുകൾസ് ഇങ്ങനെ കാണാണ്ട് നമ്മൾ പോണ വൈക്ക് ഇങ്ങനെ കേട്ടോ. രാത്രി വന്നപ്പോൾ ഇതൊന്നും നമുക്ക് കറക്റ്റ് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പോയപ്പോഴത് ഇങ്ങനെ കാണുന്നത്. ഇതിലൊക്കെ ആയിട്ട് അവർ താമസിക്കുകയും ഫുഡ് ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാ പരിപാടിയും ഇതിനുള്ളിൽ തന്നെയാണ്. അവർ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ലീവാണെങ്കിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ തന്നെ വന്നപ്പോൾ കുറേ ആധാറും ലൈസൻസൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇതിനുള്ളിലേക്ക് ഗസ്റ്റ് എൻട്രി കിട്ടിയത്. റിസ്ക്കാണ് ഇതിനുള്ളിൽ കയറിപ്പെടുക എന്നുള്ളത്. വലിയൊരു കിട്ടലാണ് ഇതിനുള്ളിൽ കാണാൻ പറ്റിയത് തന്നെ, കടക്കാൻ പറ്റിയത് അതിലേറെ. ഏതായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ടു പോവാണ്. ഒന്നുകൂടി നിന്ന് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടേനി. ആനന്ദപുരം ആണെങ്കിൽ രാവിലെ പോവുകയും ചെയ്ത്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട് പോകാനുള്ളവർക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള വലിയ വണ്ടിയായിട്ട് സഫാരിക്കായിട്ടൊക്കെ. ഇതാണ് ആ ഗേറ്റ്, നമ്മൾ ഇന്നലെ വന്ന ഗേറ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ റോഡിലെത്തിട്ടോ. ഇന്നലെ കണ്ട ബോർഡില്ലേ, അവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയാണ് നേരെ പെട്രോൾ അടിക്കാൻ. നല്ല തിരക്കാണ് ഇവിടെ. പെട്രോൾ പമ്പ് കുറവാണ്. ഇനി കുറേ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പാങ്ങോങ് കേട്ടോ. പാങ്ങോങ് ഏകദേശം ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്ത് റൺ ചെയ്യാണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് പാക്കൊക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങിയതാണ്. റോഡിൻ്റെ കണ്ടീഷൻ ഫസ്റ്റ് തന്നെ മനസ്സിലായി. അത്യാവശ്യം മോശപ്പെട്ട റോഡും പിന്നെ കുറച്ച് ഹൈവേ മാർഗത്തെ റോഡുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെയുള്ള കുറച്ച് റിവർ ക്രോസിങ്ങും വരുന്നുണ്ട്. റിവർ ക്രോസിങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ ചിലയിടത്തൊക്കെ ഇതാ ആൾക്കാരൊക്കെ പില്ലണൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ സിംഗിളായിട്ട് വണ്ടി പോകാൻ കഴിയുള്ളൂ. കല്ലുകളൊക്കെ തന്നെ ഉരുളൻകല്ല് പോലെയുള്ളതാണ്. സ്ലിപ്പായിക്കൊണ്ടാണ് വണ്ടി കൂടെ പോകണത് തന്നെ. ചിലട്ട് നോക്കുന്നത് എവിടെ പിന്നെ സ്റ്റാൻഡ്.
എന്റെ 2 ഷൂ നന്ദിയതാണ്. ഷൂന്ന് കുറക്കട്ടോ. വാട്ടർ പ്രൂഫിലൊക്കെ വെള്ളമായി. ഓഫ് റോഡ് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ കുറച്ച് പോകുന്നപ്പോ ഇവിടെ ലൊക്കേഷൻ പാങ്ങോങ് 109 കിലോമീറ്റർ കേട്ടോ. നമുക്ക് പോകാനുള്ള ഞാൻ കിട്ടില്ല. എത്ര പറഞ്ഞേ? സമയം 1 മണിയായിട്ടോ. നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഫുഡില്ല. ഫുഡ് ഉണ്ടെങ്കിലും കഴിക്കാൻ കരുതിയില്ല, ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അനന്ത് ബ്രോ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് തന്നിന് മിലിറ്ററി മൂപ്പര് വന്നപ്പോൾ. അപ്പോൾ അത് ഉണ്ടാക്കാം. അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വരവിലാണ് ഇപ്പോൾ അവിടെ വണ്ടി വീണ് കിട്ടുന്നത്. ഓനിങ്ങോട്ട് കയറ്റി വെക്കിയതാണ്. ഇവിടെ ഒരു തണലുണ്ട് നിങ്ങളോട് ഇങ്ങനെ ചെറുതായിട്ട് അവിടെ സൈഡാക്കി വിചാരിക്കുന്നുണ്ട്. തണലെല്ലോടത്ത് സംഭവം തണുപ്പാണ്. അല്ലാത്തടത്ത് നല്ല വെയിലാണ്, കുത്തുണ്ട്. ഷൂവിൻ്റെ ഉള്ളിലാണ് ഫുള്ള് വെള്ളം. നാട്ടക്കാർ വെള്ളം ഒന്നും ഇറങ്ങില്ല. അതൊന്ന് ഉണക്കാട്ടണം. വണ്ടികളൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ ഒരു ഹൈവേ റോഡുണ്ട്. പക്ഷേ അത് വണ്ടി എടുത്ത് വരുന്നു. അത് റിസ്ക് ആണ് സംഭവം. ഓനെ ട്രെയിനിങ് കിട്ടിയോണ്ട് അങ്ങനെ പോരേക്കാരെന്ന് വിചാരിക്കണേ. എന്തോരോ ബൂട്ടും കാര്യമൊക്കെ ഇറക്കിക്കണം. അതിനായിട്ടുള്ള ലഗേജാണ് പ്രശ്നം. ലഗേജ് ഉള്ളതുകൊണ്ട് റിസ്ക് ആണ്. ചെരിഞ്ഞാൽ പിന്നെ പൊടുത്താൻ പറ്റില്ല. നമ്മൾ വണ്ടി അവിടെ റോഡ് സൈഡിലോട്ട് സൈഡാക്കി ഇട്ടിട്ടാണ്. സൈഡിലാട്ടോ. പിന്നെ അവിടുന്ന് തിന്നാളെ സാധനം കൊണ്ടുവരണം. പാത്രം കാര്യമൊക്കെ പിന്നെ വണ്ടി തന്നെയാണ്. കല്ലാവണടുത്ത് വജ്ജാതി വലിയ കല്ലാണ്. റിസ്ക്കാണെന്തോ കൊണ്ടുപോയി. ലഗേജാണ് വലിയ പ്രശ്നം. താങ്ങില്ല. കുഴങ്ങളുണ്ടല്ലേ. 1500 അടിയിലാണ് നമ്മൾ നിൽക്കണേ. എന്നാലും നല്ല കുഴക്കണ്ടേ. അപ്പുറത്തെത്തി. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം ഫുഡ് കൊണ്ടുപോണ്ട്. വെള്ളവും കസാല കൊണ്ടുപോകാൻ വരുന്നുണ്ട്. ഓനത് അവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടത്. തണലത്ത് കുഴങ്ങൾ നടന്നിട്ട് നല്ല കല്ലുകളാണ്. അങ്ങനെ ആയിക്കോടെ വണ്ടി കയറ്റുന്നുണ്ട്. ഇവിടെ സെറ്റാക്കി കേട്ടോ. അതാണ് നമ്മൾ അടുപ്പും കാര്യമൊക്കെ സെറ്റാക്കാൻ പോണേ. ഇന്ന് ഇവിടെ നിന്ന് ഉച്ചക്കത്ത് സമയം 1:30 ആയിക്കണോ. 1:30ക്കാണ് നമ്മൾ പരിപാടിയിലോ. വണ്ടികളായിക്കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ആ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടത്. ഇവിടെ വണ്ടി 2 അവിടെ ഇട്ടണതാ. കണ്ട 2 വണ്ടി അവിടെ ഇട്ടണ. വഴിയിൽ ഞങ്ങളിങ്ങനെ വ്യൂ കാണാൻ നിർത്തിട്ടോ. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. കണ്ടൊരു കാക്ക ഇങ്ങനെ എന്തോ തച്ചു കൊടുക്കുന്നുണ്ട്. എന്തോ സംഭവം അറിയില്ല. നമ്മൾ ഈ അടക്കൊക്കെ കൊടിന മാതിരി അങ്ങനെ കൊടിനാക്കി സംഭവം എന്ത് ചെടിയാണോ ഒരിക്കലും കണ്ടില്ലേ. അതൊക്കെ അങ്ങനെ കണ്ടുപോട്ടെ. ഒരാളെ കിട്ടി. KL വണ്ടി. ഹായ്, എന്തിനു പേര്? സൈഫുദ്ദീൻ. എവിടെ സ്ഥലം? ആലപ്പുഴ എന്നിട്ട് ആളെ കിട്ടി. മുപ്പര് നേരെ ഓടി. എത്ര ദിവസം കൊണ്ട് എത്തി നിങ്ങൾ? 10 ദിവസം വണ്ടി ഓടിച്ചു. 12 ദിവസം കൊണ്ട് ഇവിടെ എത്തിക്കണം. മൂപ്പരും ബാങ്ക് നോക്കാം. അപ്പം അങ്ങനെ ഒരിക്കൽ പോയതാലും ഇന്ന് പോലെ എൻ്റെ ഒരിക്കൽ
നടക്കും. ഞങ്ങള് പോന്ന് ഇങ്ങനെ ഒരു ടൗൺ എത്തിട്ടോ. ഇവിടുന്ന് നമുക്ക് ഇനിയുള്ളത് ഏകദേശം 40 കിലോമീറ്റർ. ഒരു അങ്ങാടികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ വണ്ടിക്ക് ഇന്നലെ പോയപ്പോൾ ഒരു ഈറ്റിങ്ങിൻ്റെ പ്രശ്നമായതേ, കൂളന്റിൻ്റെ എന്തോ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വൈക്കലിതാ വണ്ടിയിൽ വന്നിട്ട് നന്നാക്കണ പരിപാടി ഉണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ അവിടെ ഫസ്റ്റ് കൊടുന്ന പോലെ കഴിച്ചാണ്ട് കൂളൻ്റെ ചെക്ക് ചെയ്യാണ്, വേറെ കൊണ്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ നമ്മൾ നോക്കാന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിന്. നമ്മളെ 2 വണ്ടി അവിടെ കിടക്കുന്നു, അവിടെ അപ്പുറത്താണ് കിടക്കുന്നു. ചെക്ക് ചെയ്താൽ കേട്ടോ. ആ കൂളൻ്റെ ഇതാ പിന്നെയും പറയുന്നുണ്ടോ, പക്ഷെ ആ പാത്രത്തിൽ കൂളൻ എത്തുന്നില്ല. അതൊക്കെ പോകണം. മാറൂഫിന്റെ വണ്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ആയപ്പോത്തിന് സമയം കുറച്ച് വൈകി. അപ്പൊ നമ്മൾ പാങ്ങോങ്ങൊക്കെ പോവാൻ എത്താനില്ല. പക്ഷെ എത്തിയാലും നമ്മൾ പോണ റൂട്ടിന്റെ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ, ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ അടിക്കാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഹോട്ടലിൽ സെറ്റാക്കി കേട്ടോ. റൂം ഇവിടെ തന്നെ ഫുഡും കഴിച്ച് ഇവിടെ തന്നെ കിടന്നു. രാവിലെ നീച്ച് പോയാൽ നമുക്ക് പാങ്ങോങ്ങും കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമുക്ക് എത്താന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സ്റ്റേ ഇവിടെ കേട്ടോ. നല്ല ടൗണാണ്, റേഞ്ചും ഉണ്ട്. മറ്റേ പാങ്ങോങ് ഭാഗത്തൊന്നും നമുക്ക് നെറ്റ്വർക്കും കിട്ടില്ല.